പ്രിയ കുട്ടികളെ, ഫിസിക്സിന്റെ പുതിയൊരു ക്ലാസ് നമുക്കിന്ന് തുടങ്ങാം. വൈദ്യുതി, കാന്തം ഇതൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള വാക്കുകളാണ്. വൈദ്യുതിയും കാന്തശക്തിയും തമ്മിലുള്ള ബന്ധം പഠിക്കുന്ന വളരെ സിമ്പിളായ ഒരു ചാപ്റ്ററാണിത്. അങ്ങനെ പറയാൻ കാരണം നമ്മൾ പാഠം പഠിക്കുമ്പോൾ നല്ല ആത്മവിശ്വാസത്തോടെ വേണം പഠിക്കാനായിട്ട്. ഓരോ പേജിലെയും ചോദ്യോത്തരങ്ങൾ ടീച്ചർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതെല്ലാം പഠിച്ചിട്ട് പോയാൽ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള മാർക്കും കിട്ടും. അതെങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിപ്പിക്കണം ഓരോ ചോദ്യോത്തരമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ടീച്ചറിൻ്റെ പേര് സ്മിത, ചാനലിൻ്റെ പേര് ലേൺ വിത്ത് സ്മിത ടീച്ചർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കണേ. ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. പിന്നെ ടീച്ചറിനോട് നേരിട്ടൊക്കെ ഒന്ന് സംശയം ചോദിച്ചാൽ കൊള്ളാമെന്നുള്ളവർക്ക് വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചത് അതിലൊന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയേക്കാം. ഈ പാഠത്തിലെ ചോദ്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് കൃത്യമായിട്ടാണ് പാഠത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും നമുക്ക് ഓരോ ഭാഗവും ചെറുതായിട്ടെങ്കിലും ഒന്ന് പറഞ്ഞു പോകാം. ടീച്ചർ എല്ലാ പേജും പറഞ്ഞു എന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുകയും ചെയ്യും. ഇവിടെ 2 ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ പരീക്ഷണം ചെയ്തുകൊണ്ട് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു കാന്തസൂചിക്ക് സമീപം, കാന്തത്തിൻ്റെ ഒരു സൂചിക്ക് സമീപം ഒരു തടിക്കട്ട കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനൊരു ചലനവും സംഭവിക്കില്ല. തടിക്കട്ടയുമായിട്ട് ഒരു ആകർഷണമോ വികർഷണമോ കാന്തസൂചിക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കാന്തസൂചി ചലിക്കുന്നില്ല. ചലിക്കുന്നില്ല എന്നുള്ള വാക്കല്ല നമ്മൾ പറയുക, വിഭ്രംശിക്കുക എന്നാണ് പറയുക. വിഭ്രംശിക്കുന്നില്ല. അതുപോലെ ഒരു കാന്തം തന്നെ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാലോ അപ്പോഴേ കാന്തസൂചി ചലിക്കും. ചലിക്കും എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ ഏത് വാക്കാണ് പറയുന്നത്? വിഭ്രംശിക്കും. കാന്തം അടുത്തു വന്നപ്പോൾ കാന്തസൂചി ചലിക്കാൻ എന്താണ് കാരണം? അവിടെ കാന്തത്തിലെയും കാന്തിക സൂചിയിലെയും കാന്തിക ധ്രുവങ്ങൾ ഉണ്ടായിരുന്നു. അവ തമ്മിൽ പരസ്പരം ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്തതുകൊണ്ടാണ് ആ കാന്തസൂചി വിഭ്രംശിച്ചത്. അതായത് കാന്തസൂചിയുടെ അടുത്ത് മറ്റൊരു കാന്തിക മണ്ഡലം ആ രണ്ടാമത് കൊണ്ടുവന്ന കാന്തം ഉണ്ടാക്കി. എന്താണ് ഈ കാന്തിക മണ്ഡലം എന്ന് പറഞ്ഞാൽ? കാന്തത്തിൻ്റെ ശക്തി അനുഭവപ്പെടുന്ന സ്ഥലത്തിനെയാണ്, അതിൻ്റെ ഒരു ചുറ്റും ഒരു കുറച്ച് ഭാഗത്തേക്ക് കാന്തത്തിൻ്റെ ശക്തി അനുഭവപ്പെടും. ആ ഭാഗത്തിനെയാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ഇനി ആ കാന്തിക മണ്ഡലം ശക്തി അനുഭവപ്പെടുന്നത് നമുക്കിങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? കണ്ണുകൊണ്ട് കാണാൻ പറ്റിയല്ല. അപ്പോൾ അത് നമുക്ക് പരീക്ഷണം ചെയ്ത് കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി അനുഭവപ്പെടുന്ന ഭാഗത്ത് കാന്തിക മണ്ഡല രേഖകൾ വരയ്ക്കാൻ പറ്റും. ഫ്ലെക്സ് രേഖകൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. അങ്ങനെ അത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആ ഒരു കാന്തത്തിൻ്റെ ശക്തി അനുഭവപ്പെടുന്ന അത്രയും ഭാഗം തിരിച്ചറിയാനായിട്ട് കാന്തിക മണ്ഡല രേഖകൾ വരച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് വരയ്ക്കാൻ പരീക്ഷയ്ക്ക് അതൊന്നും ചോദിക്കുകയില്ല. കാരണം പണ്ട് ചെറിയ ക്ലാസ്സിലെ അത് പഠിച്ചതാണ്. ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അങ്ങനെ കാന്തിക മണ്ഡല രേഖകൾ വരച്ചാൽ അതിൻ്റെ ദിശ, നമ്മൾ രേഖകൾ വരയ്ക്കുമ്പോൾ ഒരു കാന്തം ഇങ്ങനെ ഇരിക്കുന്നു. അതിൽ ആ രേഖകൾ വരയ്ക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കണം? അതിവിടെ ചോദ്യമുണ്ട്. കാന്തത്തിന് പുറത്താണെങ്കിൽ അത് നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോളിൽ അവസാനിക്കണം. കാന്തത്തിനകത്തൂടെയാണെങ്കിൽ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കും ആയിരിക്കും. നമ്മുടെ പാഠത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പാഠത്തിൽ എന്നാ ബന്ധം പറയുന്നത്? വൈദ്യുതിയും കാന്തശക്തിയും തമ്മിലുള്ള ബന്ധമാണ്. ഇത്രയും നേരം നമ്മൾ കാന്തത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ, ഒരു കാന്തത്തിൻ്റെ അടുത്ത് മറ്റൊരു കാന്തം കൊണ്ടുവന്ന് കാന്തങ്ങൾ തമ്മിൽ ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്യും. കാന്തത്തിന് ചുറ്റും കാന്തിക മണ്ഡലം എന്നൊരു ഭാഗമുണ്ട് കാന്തത്തിൻ്റെ ശക്തി അനുഭവപ്പെടുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കിങ്ങനെ കാന്തിക ബലരേഖകൾ വരയ്ക്കാനായിട്ട് സാധിക്കും. മണ്ഡല രേഖകൾ വരയ്ക്കാൻ സാധിക്കും. അതിൻ്റെ ദിശ പുറത്ത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും, അകത്ത് സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കായിരിക്കും എന്നൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ പാഠം തുടങ്ങുന്നത്. അവിടെ പറയാണ് വൈദ്യുതിയും കാന്തിക മണ്ഡലവും തമ്മിലുള്ള ബന്ധം നമുക്ക് പഠിക്കാനായിട്ട് ആദ്യം ഒരു ചാലകത്തിൽ കൂടി എന്ന് പറഞ്ഞാൽ വൈദ്യുതി കടന്നു പോകുന്ന ചെമ്പുകമ്പിയോ വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിൽ കൂടി വൈദ്യുതി കടത്തി വിടുന്നതിൻ്റെ അടുത്ത് ഒരു കാന്തസൂചി വെച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്തത് എങ്ങനെയായിരുന്നു? ഒരു കാന്തസൂചിയുടെ അടുത്ത് നല്ലൊരു കാന്തം കൊണ്ടുവന്നു. ഇവിടെ നമ്മൾ ഒരു കാന്തസൂചിയുടെ അടുത്തിരിക്കുന്ന ചാലകത്തിൽ കൂടി വൈദ്യുതിയെ കടത്തി വിടുകയാണ്. വൈദ്യുതിയെ കടത്തിവിട്ടാൽ
അപ്പോഴേ ഈ കാന്തസൂചി ചലിക്കും. അതിൻ്റെ അർത്ഥം എന്താ? കാന്തസൂചി എപ്പോഴാണ് ചലിക്കാറ്? കാന്തസൂചിയുടെ അടുത്ത് ഒരു കാന്തം കൊണ്ടുവന്നപ്പോഴാണ് ചലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈദ്യുതി കടത്തി വിടുമ്പോൾ ഈ ചാലകം അടുത്തിരിക്കുമ്പോൾ ഇതിൽ കൂടി വൈദ്യുതി കടത്തി വിട്ടാൽ ഇത് ചലിക്കും. ഇതിൻ്റെ അർത്ഥം എന്നാ? വൈദ്യുതി കടന്നു പോയപ്പോൾ ഈ ചാലകം ഒരു കാന്തമായി മാറി. അതാണ് ബന്ധം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കുകയാണ്, വൈദ്യുതി കടത്തി വിടുമ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകും. ഈ കാന്തിക മണ്ഡലം കാന്തസൂചിയിൽ ഒരു ബലം പ്രയോഗിക്കുകയും അതാണ് നമ്മൾ വൈദ്യുതിയുടെ കാന്തിക ഫലം എന്ന് പറയുന്നത്. വൈദ്യുതി കടന്നുപോയാൽ ആ ചാലകം ഒരു കാന്തം ആയി മാറും, അല്ലെങ്കിൽ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. അപ്പം ഇവിടെ ഒരു ചോദ്യം ടീച്ചർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പരീക്ഷണം തന്നെ അങ്ങോട്ട് കാണിക്കുന്നു, അത് ചുരുക്കി എഴുതുന്നു. ഒരു ചാലക കമ്പിയിൽ കൂടി വൈദ്യുതി കടത്തി വിട്ടപ്പോൾ ഈ ഒരു കാന്തസൂചിക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ പറയും കാന്തസൂചി വിഭ്രംശിച്ചു. എന്താണ് കാരണം? രണ്ടാമത്തെ ചോദ്യം ഇതേ കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ്? വൈദ്യുതി പ്രവഹിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്നാമത്തെ ചോദ്യം കാന്തസൂചി വിഭ്രംശിച്ചു. എന്താണ് കാരണം? അപ്പോൾ നമ്മൾ പറയും ഈ ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെട്ടു. അതുകൊണ്ട് കാന്തിക മണ്ഡലം കാന്തസൂചിയിൽ ഒരു ബലം പ്രയോഗിക്കുന്നു. അതുകൊണ്ടാണ് ആ കാന്തസൂചി ചലിച്ചത്. എന്തായാലും നമ്മൾ രസകരമായ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി. അതായത് ഒരു ചാലകത്തിൽ കൂടി വൈദ്യുതി കടത്തിവിട്ടാൽ ആ ചാലകം ഒരു കാന്തമായി മാറുന്നു. അതിനു ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അതിനടുത്ത് വെക്കുന്ന കാന്തസൂചി വിഭ്രംശിക്കുന്നത്. ഇനി നമുക്കൊരു സംശയം ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ട് വൈദ്യുതിക്ക് എപ്പോഴും ദിശയുണ്ട്. വൈദ്യുതി ഇപ്പോൾ കടത്തി വിട്ടേക്കുന്ന ഈ ദിശ എന്ന് പറഞ്ഞാൽ വൈദ്യുതിയുടെ ദിശ പറയുന്നത് പോസിറ്റീവിൽ ഇത് ഇവിടെ കണക്ട് ചെയ്തു എന്നങ്ങ് വിചാരിക്കും, സ്വിച്ച് ഇട്ടു. അപ്പോൾ അതിൻ്റെ ദിശ എന്ന് പറഞ്ഞാൽ പോസിറ്റീവിൽ നിന്നും സഞ്ചരിച്ച് നെഗറ്റീവിലേക്കാണ്. വൈദ്യുതിയുടെ ദിശ പറയുന്നത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ, ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് നിരീക്ഷിക്കുക? നോർത്ത് പോൾ എങ്ങോട്ട് മാറും? ടീച്ചർ ആ ദിശയ്ക്ക് ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇടുവാണേ. അപ്പോൾ ഇങ്ങനെ ഇത് മുകളിലേക്ക് ചലിക്കും. നോർത്ത് പോൾ മുകളിലേക്ക് ചലിക്കുന്ന രീതിയിലാണ്. അതിനൊരു പേരുണ്ട്, നമ്മളത് പഠിച്ചു വെക്കണം. നോർത്ത് പോൾ മുകളിലേക്ക് ചലിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകാൻ തൊട്ട് താഴെ ഇതിങ്ങനെ ഇച്ചിരി നീട്ടി വരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കുകയില്ലേ? നമ്മുടെ എല്ലാം ക്ലോക്ക് കറങ്ങുന്നത് ഇങ്ങനെയാണ്. അതിനെ ക്ലോക്ക് വൈസ് എന്നും ക്ലോക്കിൻ്റെ ഓപ്പോസിറ്റ് കറങ്ങുന്നതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ ദിശയ്ക്ക് ഒരു പേരുണ്ട്, ഇങ്ങനെ ആരോ മാർക്ക്. ഈ ചെറിയ ആരോ മാർക്ക് ഇടുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി വലിയ ആരോ മാർക്ക് ഇട്ടു, ഇങ്ങനെ വലിയൊരു ആരോ മാർക്ക് ഇട്ടു. അതിൻ്റെ പേര് ആൻറ്റി ക്ലോക്ക് വൈസ് ദിശ എന്നാണ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണ്. ഇനി ഇതൊന്ന് തിരിച്ച് കണക്ട് ചെയ്യുക. ഈ സെല്ലെല്ലാം എടുത്തിട്ട് തിരിച്ച് കണക്ട് ചെയ്യുക. തീർച്ചയായും തിരിച്ച് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ പോസിറ്റീവ് ഈ സൈഡിൽ വരും, നെഗറ്റീവ് ഈ സൈഡിൽ വരും. അതിൻ്റെ ഒരു ചിത്രം ടീച്ചർ കാണിക്കാം. മുകളിലത്തെ ചിത്രത്തിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം, ഇതിൻ്റെ സെല്ലുകൾ അഥവാ ബാറ്ററി നമ്മൾ പോസിറ്റീവ് ഈ സൈഡിൽ വരത്തക്ക രീതിയിൽ ഘടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് കറണ്ടിൻ്റെ ദിശ, വൈദ്യുതിയുടെ ദിശ മാറ്റി. ഇപ്പോഴിത് ഈ ഡയറക്ഷനിൽ നിന്ന് ബിയിൽ നിന്നും എയിലേക്കാണ്. കറണ്ടിൻ്റെ ദിശ നമുക്ക് ഈ ചിത്രം തന്നിട്ട് ചോദിക്കും. ഈ ചിത്രത്തിൽ കറണ്ടിൻ്റെ ദിശ, വൈദ്യുതിയുടെ ദിശ എയിൽ നിന്നും ബിയിലേക്കും, ഈ ചിത്രത്തിൽ വൈദ്യുതിയുടെ ദിശ ബിയിൽ നിന്ന് എയിലേക്കുമാണ്. ഇപ്പോൾ ഇത് ചലിക്കുന്നത്, ഈ സൂചി ചലിക്കുന്നത് ഈ ദിശയിലായിരിക്കും. നമ്മൾ പരീക്ഷണം ചെയ്ത് നോക്കുകയാണെങ്കിൽ, അപ്പോൾ പരീക്ഷണമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് അവരുടെ സമയം അനുസരിച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചിന്തിക്കുക, വളരെ ലളിതമായ ഒരു പരീക്ഷണമാണ്. ഒരു ചാലകത്തിൽ കൂടി വൈദ്യുതി ഈ ഒരു രീതിയിൽ ഒരു സെല്ല് ഉപയോഗിച്ച് കടത്തിവിടുന്നു. ഒരു കാന്തസൂചി നമുക്ക് ലഭിക്കുമെങ്കിൽ അതിനെ ഇങ്ങനെ വെച്ച് പരീക്ഷിക്കുന്നു. കാന്തസൂചിയുടെ സൗത്ത് പോള് ഈ ഒരു ദിശയിലാണ് ചലിക്കുക. ഈ ഒരു ദിശയുടെ പേര് നമ്മുടെ ക്ലോക്കൊക്കെ ചലിക്കുന്ന, വാച്ചൊക്കെ ചലിക്കുന്ന, ഇങ്ങനെ കൈ ഓടിച്ച് നോക്കിക്കേ, ഇങ്ങനെ ഈ വലത്ത് ഭാഗത്തേക്കാണ് ചലിക്കുക. ഇതിനെ പറയുന്നത് ക്ലോക്ക് വൈസ് ദിശയെന്നാണ്. അപ്പോൾ ഇതിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയും ഇതിൽ
ക്ലോക്ക് വൈസ് ദിശയിലുമാണ് ഇത് ചലിക്കുന്നത് എന്ന് പറഞ്ഞാൽ വൈദ്യുതിയുടെ ദിശ മാറുമ്പോൾ ഈ കാന്തസൂചി ചലിക്കുന്ന ദിശയും മാറുന്നുണ്ട്. ഈ ഒരൊറ്റ കാര്യമാണ് ഈ പേജിൽ മുഴുവൻ പറഞ്ഞേക്കുന്നത്. ഈ 2 ചിത്രങ്ങൾ ചെയ്തേക്കുന്ന പരീക്ഷണം ചെയ്തുകൊണ്ട് ഇവിടെ ഈ ചിത്രത്തിൽ കറണ്ടിൻ്റെ ദിശ എങ്ങോട്ടാണ്? അപ്പോൾ ഒന്നാമത്തെ ചോദ്യമായി എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ നോർത്ത് പോളിൻ്റെ ചലന ദിശ എങ്ങോട്ടാണ്? അപ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണ്. ഈ ചിത്രത്തിൽ കറണ്ടിൻ്റെ ദിശ ബിയിൽ നിന്ന് എയിലേക്കാണ്. അപ്പോൾ നോർത്തിൻ്റെയും സൗത്തിൻ്റെ ഏതിൻ്റെ ചോദിച്ചാലും നമുക്കറിയാം സൗത്ത് ഇങ്ങോട്ട് പോകുമ്പം നോർത്ത് തീർച്ചയായും താഴേക്ക് വരും അല്ലേ? നോക്കിക്കുക, എങ്ങനെ നോക്കിയാലും ഇത് ക്ലോക്ക് വൈസ് ദിശയാണ്. ആകെ ഈ പേജിൽ ഇത്രയേ ഉള്ളൂ. ചിത്രമൊക്കെ വരച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യം പുസ്തകത്തിൽ കൂടി കണ്ടാൽ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം. ആ വാക്കുകൾ ഉപയോഗിച്ചാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതുകൊണ്ടത് കണ്ടിരിക്കുകയും വേണം. ഒന്ന് നോക്കാം. നമ്മൾ കറണ്ടിൻ്റെ ദിശ വിപരീതമാക്കി. അപ്പോൾ കാന്തസൂചി എതിർദിശയിൽ വിഭ്രമിച്ചു. എന്തായിരുന്നു കാരണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാമെന്ന്. എന്താണ് അങ്ങനെ കാന്തസൂചിയുടെ ചലനത്തിൻ്റെ ദിശ മാറുന്നത്? ഈ കറണ്ട് കടന്നു പോയപ്പോൾ ഈ ചാലകം ഒരു കാന്തമായി. ഈ ദിശയിൽ കടന്നു പോകുമ്പോൾ ആ കാന്തത്തിൻ്റെ ദിശ ഒരു ദിശയിലാണെങ്കിൽ വൈദ്യുതിയുടെ ദിശ മാറ്റി വൈദ്യുതി മറുദിശയിലാകുമ്പോൾ ഇവിടെ ഉണ്ടായ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും മാറും. അതുകൊണ്ടാണ് ഈ കാന്തസൂചിയുടെ വിഭ്രംശനത്തിൻ്റെ അല്ലെങ്കിൽ ചലനത്തിൻ്റെ ദിശ മാറിയത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുണ്ടായ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ വൈദ്യുതിയുടെ ദിശ മാറ്റിയപ്പോൾ മാറി. അതുകൊണ്ടാണ് ഈ കാന്തസൂചിയുടെ ചലനത്തിൻ്റെ ദിശയും മാറിയത്. ഇത് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ഇനി ഈ കാന്തസൂചി വെച്ചിരിക്കുന്നത് താഴെയാണ്. കാന്തസൂചി എടുത്ത് മുകളിൽ വെച്ചിട്ട് ഈ പരീക്ഷണം നമുക്ക് വീണ്ടും ആവർത്തിക്കാം. അപ്പോൾ താഴെ വെച്ചപ്പോൾ കിട്ടിയതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മുകളിൽ വെച്ചിട്ട് നോക്കുമ്പോൾ കിട്ടുന്നത്. അതൊക്കെയാണ് നമുക്ക് ഈ താഴേക്ക് പറഞ്ഞേക്കുന്നത്. നോക്കൂ, ആദ്യം പറഞ്ഞ ചിത്രത്തിൽ ക്ലോക്ക് വേസും ആൻറ്റി ക്ലോക്ക് വേസും പിന്നീട് ബിയിൽ നിന്ന് എയിലേക്ക് കറണ്ട് പോയപ്പോൾ ക്ലോക്ക് വൈസുമായി. ഇനി കാന്തസൂചിയുടെ താഴെയായിട്ടാണ് ആ ചാലകം ക്രമീകരിച്ചാൽ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ക്ലോക്ക് വൈസ് ദിശയും ബിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയും ആകും. 2-3 പേജ് പഠിച്ചിട്ടും രസകരമായിട്ട് നമ്മൾ ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. വൈദ്യുതി ഒരു ചാലകത്തിൽ കൂടി കടന്നു പോയാൽ ആ ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. വൈദ്യുതിയുടെ ദിശ മാറ്റിയാൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും മാറും. ഇത്ര കുഞ്ഞു കാര്യങ്ങളെ ഒരു വലിയ പേജ് മുഴുവൻ പഠിച്ചാലും പഠിക്കുന്നുള്ളൂ. അപ്പോൾ കാന്തിക മണ്ഡലത്തിന് എന്തായാലും ദിശയുണ്ടെന്ന് മനസ്സിലായി. വൈദ്യുതിയുടെ ദിശ മാറ്റിയാൽ ആ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ മാറുമെന്നും മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ ദിശ കണ്ടുപിടിക്കാൻ പറ്റുമോ? കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാനാണ് ഇനി നോക്കുന്നത്. വൈദ്യുതവാഹിയായ ഒരു ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കുന്ന ഒരു പരീക്ഷണമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പരീക്ഷണം വിവരിക്കാനൊന്നും ചോദിക്കുകയില്ല. കുറച്ച് ചെമ്പ് കമ്പിയും സ്വിച്ചും അതുപോലെ കാന്തസൂചികളും ഒക്കെ ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് വരയ്ക്കാനോ ചെയ്യാനോ അല്ല നമ്മളോട് ചോദിക്കുന്നത്. പകരം നമ്മളോട് കൃത്യമായി ചോദിക്കുന്ന ഒരു കാര്യം, ഈ ചിത്രം തന്നെ നമുക്കങ്ങ് തരും. എന്നിട്ട് ചോദിക്കും, ഈ ചിത്രം അനുസരിച്ച് കറണ്ടിൻ്റെ ദിശ എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ എഴുതണം എയിൽ നിന്ന് ബിയിലേക്കാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ നോക്കുക, ഇതിൻ്റെ ചിത്രത്തിൻ്റെ അലങ്കാരപ്പണികളൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നോക്കുക, അതിൻ്റെ പോസിറ്റീവ് ഇവിടെയാണ്. പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി നെഗറ്റീവിലേക്കാണ് കറണ്ടിൻ്റെ ദിശ. കറണ്ടിൻ്റെ ദിശ അറിഞ്ഞാൽ ഇവിടെ പരീക്ഷണമൊക്കെ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പരീക്ഷയ്ക്ക് നമ്മൾ പരീക്ഷണം ചെയ്തല്ല എഴുതുന്നത്. പകരം ഒരു നിയമം ഉപയോഗിച്ചാണ്. കറണ്ടിൻ്റെ ദിശ അറിഞ്ഞാൽ, വൈദ്യുതിയുടെ ദിശ അറിഞ്ഞാൽ നമുക്ക് അതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ സാധിക്കും. വൈദ്യുതിയുടെ ദിശ ഇപ്പോൾ നിങ്ങൾക്ക് നല്ലോണം അറിയാം. പോസിറ്റീവിൽ ആയതുകൊണ്ട് എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ടിൻ്റെ ദിശ. ഇനി നമുക്ക് കറണ്ടിൻ്റെ ദിശ എയിൽ നിന്ന് ബിയിലേക്ക് ആയതുകൊണ്ട് എങ്ങനെയാണ് അതിന് ചുറ്റും ഉണ്ടായേക്കുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത്? വലതുകൈ പെരുവിരൽ നിയമമാണ്.
അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ദിശ കണ്ടുപിടിച്ച് എഴുതണം. അതാണ് പരീക്ഷാ ചോദ്യം. അതിന് നിങ്ങളെ സഹായിക്കും. ഈ ചോദ്യം, ഈ ചിത്രം തന്നു, കറണ്ടിൻ്റെ ദിശ ചോദിച്ചു, ഇനി കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ. രണ്ടാം ചോദ്യം, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എന്ത്? അതിന് നമ്മളെ സഹായിക്കുന്നതിന് ഒരു എളുപ്പപ്പണി പറഞ്ഞു തരാം. കറണ്ടിൻ്റെ ദിശ എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ ഈ പേനയുടെ ടിപ്പ് കറണ്ടിൻ്റെ ദിശയാണെന്ന് വിചാരിക്കാം. അതുകൊണ്ട് നമുക്കതിന് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പറെ നമ്മുടെ ഇങ്ങനെ പേന ആ ദിശയിലേക്ക് വയ്ക്കുക. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കല്ലേ ടീച്ചർ വെച്ചിരിക്കുന്നത്, ആ ദിശയിൽ വെക്കുക. എന്നിട്ട് നമ്മുടെ വലത് കൈ ഉപയോഗിച്ച് ആ പേനയെ ചുറ്റിപ്പിടിക്കുക. അപ്പോൾ എ ബിയെ ചുറ്റിപ്പിടിച്ച് ഒരു ഫീല് നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ പെരുവിരൽ കറണ്ടിൻ്റെ ദിശയിലാണ് എന്ന് സങ്കല്പിക്കണം. പെരുവിരൽ കറണ്ടിൻ്റെ ദിശയിലായാൽ പേനയെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നു. പേനയെ ചുറ്റിപ്പിടിച്ച വിരലിൻ്റെ ദിശ അറിയാൻ വേണ്ടി നോക്കൂ. ഇതാണ് പേനയെ ചുറ്റിപ്പിടിച്ച വിരൽ. അപ്പോൾ ഒരു വിരലിൻ്റെ ദിശ തന്നെ നോക്കിക്കേ, ദാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്ന ദിശയാണോ? അതിൻ്റെ എതിർദിശ ഒന്ന് വരച്ച് നോക്കിക്കേ. ഇങ്ങോട്ടാണ് കറങ്ങുന്നത്, ഇടതുവശത്തേക്ക്. അപ്പോൾ എ ബിയിലുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയാണ്. 2 ചോദ്യങ്ങളേ ഉള്ളൂ. ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയാണ് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ. കറണ്ടിൻ്റെ ദിശ എയിൽ നിന്ന് ബിയിലേക്ക് ആണ്. ഈ പേജിലുണ്ടായിരുന്ന ഒരേ ഒരു ചോദ്യമാണത്. ഇനി അത് ഒന്നുകൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത്രയും വിശാലമായിട്ട് ചിത്രം വരയ്ക്കാതെ ഒരേ ഒരു ലൈൻ മാത്രമായിട്ട് നമ്മളോട് ചാലകം കാണിക്കും. അതായത് ഇതുപോലെ എ ബി. അപ്പോഴും നമ്മൾ ഇത് തന്നെ ചെയ്യും. ഇത് കണ്ടോ, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ചുറ്റിപ്പിടിക്കുന്നു, പെരുവിരൽ കറണ്ടിൻ്റെ ദിശയിലേക്ക് നമ്മൾ കാണിക്കുന്നു. അപ്പോൾ അതിനെ ചുറ്റിപ്പിടിക്കുന്ന വിരലിൻ്റെ അഗ്രത്തയിൽ നിന്ന് നമ്മളിങ്ങനെ വരച്ചു നോക്കണം. അപ്പോഴതിങ്ങനെ കണ്ടോ, വിരലിൻ്റെ അഗ്രത്തയിൽ നിന്നുള്ള വര എങ്ങനെയാണെന്ന് നോക്കണം. ഇങ്ങനെ പോയി ഇങ്ങനെ കറങ്ങുന്നത് ആയിരിക്കും. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയാണ്. നമ്മളെ ഇപ്പോൾ സഹായിച്ച ആ നിയമം, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ ഉപകരിച്ച നിയമത്തിൻ്റെ പേരാണ് വലത് കൈ പെരുവിരൽ നിയമം. നിങ്ങൾ വലത് കൈ പെരുവിരൽ നിയമത്തിൽ നിന്ന് ഒരൊറ്റ വാക്കും ചോദിക്കും, ഇത് എന്തിനുപയോഗിക്കുന്നു? കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ കണ്ടുപിടിക്കാൻ ഒറ്റ വാക്കിലും ചോദ്യമുണ്ടാകും. ഇപ്പോൾ നമ്മൾ പഠിച്ച വലത് കൈ പെരുവിരൽ നിയമം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു നല്ല പരീക്ഷാ ചോദ്യവും കൂടെ ഇവിടെ കിടപ്പുണ്ട്. അതും നമുക്ക് അതേ മാർഗം ഉപയോഗിച്ച് പരീക്ഷയ്ക്ക് ചെയ്യുന്ന പോലെ ചെയ്യാം. ഈ ഒരു ചിത്രം ഇങ്ങനെ തരുന്നു. ചിലപ്പോൾ കാർഡ്ബോർഡ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ കാർഡ്ബോർഡ് ഇല്ലായിരിക്കും. ആ രീതിയിൽ ഇവിടെ ഒരു ചാലകം ഇങ്ങനെ ഒരു രീതിയിൽ ഒരു ആകൃതിയിൽ വലയ രൂപത്തിലാക്കിയിട്ട് ഇതിൽ വെച്ചിരിക്കുന്നു. ഏതെങ്കിലും രൂപത്തിലാക്കട്ടെ. നമ്മൾ നോക്കേണ്ടത് ഇവിടെ വൈദ്യുതിയുടെ ദിശ എങ്ങനെയാണ്. അപ്പോൾ നോക്കിക്കേ, എയിൽ നിന്ന് ബിയിലേക്കാണ്. അതായത് ഈ വൈദ്യുതിയുടെ ദിശ ഇങ്ങനെ വലയ രൂപത്തിൽ കൂടി ക്ലോക്ക് വൈസ് ദിശയിലാണ് വൈദ്യുതിയുടെ ദിശ. നമുക്ക് 2 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, എയിലെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എന്ത്? എ എന്ന ഭാഗത്ത് ഇതിങ്ങനെ വളഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗവും സ്പെഷ്യലായിട്ട് കണ്ടുപിടിക്കണം. എയിൽ നമ്മൾ നോക്കിയപ്പോൾ ഇത് കണ്ടോ, വൈദ്യുതി പോകുന്നത് ഇങ്ങനെ ഈ മുകളിലേക്കാണ്. അപ്പോൾ നമ്മുടെ പേന ഇങ്ങനെ വെക്കാം നമുക്ക്. എയിൽ കണ്ടോ, എയിൽ അങ്ങനെയാണ് പോകുന്നത്. ഇനി പേന ഇല്ലാതെയും നമ്മൾ സങ്കല്പിക്കാൻ നല്ല കഴിവാണെങ്കിൽ പേന ഇല്ലാതെ ആ വലയത്തെ ചുറ്റിപ്പിടിക്കുന്നതായിട്ട് നിങ്ങളുടെ വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വലത് കൈ എടുത്തിട്ട് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ആ പേനയെ വലത് കൈ ഉപയോഗിച്ച് ചുറ്റിപ്പിടിക്കുക. അപ്പോൾ പെരുവിരൽ കൃത്യമായിട്ടും ആ പേനയുടെ വൈദ്യുതി പ്രവഹിക്കും നമ്മൾ വിചാരിക്കുന്ന അതിലേക്കായിരിക്കണം. കണ്ടോ, അപ്പോൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇതിനെ ചുറ്റിപ്പിടിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ ഇതിൻ്റെ അകത്തൂടെ വിരലിട്ടാണ് നമ്മൾ ചുറ്റിപ്പിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിരലുകൾ ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോകുന്നത് പോലെ നമുക്ക് തോന്നും. ആ ഒരു ദിശ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണ്. എയിലെ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണ്. ആ ഭാഗമായിരിക്കുമല്ലോ നമ്മുടെ മുമ്പിലേക്ക് കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക്, അതാണ് അഭിമുഖീകരിക്കുന്ന വശം എന്ന് പറഞ്ഞേക്കുന്നത്. അവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണ്.
ഇനി ബിയിലെ പ്രത്യേകം കണ്ടിട്ട് വരയ്ക്കാൻ ചോദിക്കും. ടീച്ചർ ഈ പറയുന്ന കേട്ട് നന്നായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് കണ്ടുപിടിക്കാമല്ലോ എന്നോർത്ത് ഇരിക്കരുത്. നിങ്ങൾ ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു വലയം ഇട്ടിട്ട് ഒരു വലയം ഇടാവും, 100 എണ്ണം ഇടരുത്. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു ആകൃതി വരച്ചു വിട്ട് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് എഴുതണം. എന്നിട്ട് കൃത്യമായിട്ടും ഈ ആരോ മാർക്ക് നന്നായി കാണിക്കുകയും ചെയ്യണം. ഇനി നമുക്ക് ബിയിലെ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ബിയിലെ ചുറ്റിപ്പിടിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ നമുക്ക് വലത് ആ കറണ്ടിൻ്റെ ഈ ഡയറക്ഷൻ ഈ ഒരു ടിപ്പിലേക്കാണ്. അതുകൊണ്ട് നമ്മുടെ പെരുവിരൽ അങ്ങോട്ട് വെച്ച് ഇതിൻ്റെ ഉള്ളിലൂടെ വിരൽ കടത്തി നമ്മളിങ്ങനെ പിടിക്കുന്നു. അപ്പോൾ നമ്മുടെ വിരലിൻ്റെ ടിപ്പിരിക്കുന്നത് പേപ്പറിനകത്തേക്ക് കുഴിഞ്ഞാണ്. ഓക്കെ, ഇതിനകത്തോടെ കയറി അകത്തേക്ക് കുഴിഞ്ഞാണ് വരുന്നത്. പിടിച്ചു നോക്കിയിട്ട് നിങ്ങൾ വരച്ചാൽ മതി. എന്നിട്ട് കൃത്യമായിട്ട് ഈ ആരോ മാർക്ക് ഇടണം. കളറൊക്കെയുള്ള പുസ്തകത്തിൽ ഈ ആരോ മാർക്കൊന്നും കാണാത്തത് കൊണ്ടാണ്. കണ്ട് ഇവിടേക്ക് ആരോ മാർക്കുണ്ട്. നിങ്ങൾ 100 കണക്കിന് ആരോ മാർക്ക് ഇടരുത്. ഒരു ആരോ മാർക്ക് വൃത്തിയായിട്ട് ഇടുക. ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നതാണ്. വളരെ ലളിതമായ ചാപ്റ്ററിൽ നിന്ന് ഭംഗിയായിട്ട് മാർക്ക് നമുക്ക് വാങ്ങാം. അപ്പോൾ അതൊക്കെ വരയ്ക്കുന്ന ഇപ്പം തന്നെ ഈ ചിത്രമൊക്കെ ഒന്ന് സുന്ദരമായി വരച്ച് ഇങ്ങനൊരു ആരോ മാർക്കും അങ്ങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ബി എന്ന ഭാഗത്ത് നമ്മളുടെ ഈ ഒരു ബി എന്ന ഭാഗത്തെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ഏതിലാണ്? ക്ലോക്ക് വൈസ് ദിശയിലാണ്. മറ്റൊന്നുകൂടി ഇവിടെ ഇപ്പോൾ രണ്ടിടത്തും ഈ കാന്തിക ബലരേഖകൾ, ഫ്ലെക്സ് രേഖകൾ എന്ന് മറ്റൊരു പേരുണ്ട്. രണ്ടും ആ വലയത്തിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് പോലെയല്ലേ? അതിനൊരു കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചാലകം ഇങ്ങനെ ചാലകം വലയ രൂപത്തിലിരിക്കുമ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്നത് ക്ലോക്ക് വൈസിലാണ് എങ്കിൽ, വൈദ്യുതി പ്രവഹിക്കുന്നത് കറണ്ട് ക്ലോക്ക് വൈസിലാണെങ്കിൽ, പതുക്കെ മനസ്സിലാക്കിയത്. 2 പേജ് എടുക്കുമ്പോൾ ഒരു കുഞ്ഞു കാര്യം പഠിക്കാനുള്ളൂ, പതുക്കെ പഠിച്ചാൽ മതി. കറണ്ട് പ്രവഹിക്കുന്നത് ക്ലോക്ക് വൈസ് ദിശയിലാണെങ്കിൽ ഫ്ലെക്സ് രേഖകൾ അതിൻ്റെ പുറത്തു നിന്ന് അകത്തേക്ക്, ഫ്ലെക്സ് രേഖകളുടെ ദിശ പുറത്തു നിന്ന് ആ ചുറ്റിനുള്ളിലേക്ക് കയറുന്ന രീതിയിലായിരിക്കും. ഇനി വൈദ്യുതിയുടെ ദിശ തിരിച്ചാണെങ്കിൽ അതങ്ങ് പഠിച്ചാൽ മതി. കറണ്ടിൻ്റെ ദിശ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണെങ്കിൽ ഫ്ലെക്സ് രേഖകളെല്ലാം ഇതിൽ നിന്നിറങ്ങി പുറത്തോട്ട് പോകുന്നത് പോലെ ആയിരിക്കും. ഫ്ലെക്സ് രേഖകൾ ഇതിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോകുന്ന രീതിയിൽ ആയിരിക്കും. ഇത്രയും നേരം പഠിക്കാനും ചോദ്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ലല്ലോ. ടീച്ചറിനും ഈ പാഠം വലിയ ഇഷ്ടമാണ്. കാരണം പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഒരു കണക്ക് ചെയ്ത് ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട. കൈയൊക്കെ ഉപയോഗിച്ച് വിരലുകളൊക്കെ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. 1-2 വാക്ക് എഴുതിയാൽ മതി. ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, പിന്നെ ആരോ മാർക്ക് ഇട്ട് വെക്കുക. ഇതൊക്കെ ചെയ്താൽ മാർക്ക് കിട്ടുന്ന സുഖമുള്ളൊരു ചാപ്റ്ററാണ്. അപ്പം നന്നായി പഠിച്ചുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് ഇങ്ങനൊരു ക്ലാസ് കണ്ടതിനെ പറ്റി പറയുകയും ഇന്ന് തന്നെ ഈ ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് പ്രത്യേക ഗ്രൂപ്പൊക്കെ ഉള്ളതല്ലേ, അവിടെയൊക്കെ ഷെയർ ചെയ്ത് ടീച്ചർ ഇങ്ങനൊരു ക്ലാസ്സൊക്കെ ഇട്ടെന്ന് പറഞ്ഞു. ഒരുപാട് പേര് കണ്ടാൽ ഇതുപോലെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ടീച്ചർ നിങ്ങൾക്ക് നൽകുന്നതാണ്. കെമിസ്ട്രി പഠിപ്പിക്കുന്ന മറ്റൊരു ചാനലുണ്ട്, കെമിസ്ട്രി വിത്ത് സ്മിത ടീച്ചർ എന്ന് പറയുന്ന ചാനൽ. 2 ചാനലും പ്രിയപ്പെട്ട കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ടീച്ചർക്ക് പേഴ്സണലായിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള സൗകര്യവുമുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിനുശേഷം നമ്മൾ ഈ ചാപ്റ്ററിന് എങ്ങനെയാണ് പ്രത്യേകമായിട്ട് പാഠത്തിലെ എല്ലാ ക്വസ്റ്റ്യൻസും പറയും. അതിനുശേഷം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും പറയണം. ക്ലാസ്സിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നോട്ടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറയണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.